ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് ജയത്തോടെ തുടക്കം. ആദ്യ മത്സരത്തിൽ 9 വിക്കറ്റിനാണ് UAE തോൽപ്പിച്ചത്. 57 റൺസിന് UAE ഓൾ ഔട്ട് ആക്കിയ ശേഷം 4.3 ഓവറിൽ ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നു. 7 റൺസ് വിട്ടു നൽകി 4 വിക്കറ്റ് പിഴുത കുൽദീപ് യാദവ് കളിയിലെ താരമായി. സഞ്ജു സാംസൺ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ആദ്യ മത്സരത്തിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ. എൽദോ പോൾ പുതുശ്ശേരി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. എൽദോ, ജയത്തോടെയുള്ള ടീം ഇന്ത്യയുടെ തുടക്കം. ആരും പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ജയം അത് ആധികാരികമാണ് എന്ന് വിശേഷിപ്പിക്കുക. കാരണം ഏഷ്യ കപ്പിൽ അത് UAEക്കെതിരെ ഒരു കുഞ്ഞൻ സംഘമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഒരുപാട് റെക്കോർഡുകൾ കൂടി പിറന്നൊരു മത്സരമാണ്. ഏറ്റവും അധികം വലിയ മാർജിൻ, അതായത് 93 ബോളുകൾ ശേഷിക്കുകയാണ് ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നത്. ലോക T20 ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ബോളുകൾ ശേഷിക്കുന്ന മാർജിൻ പരിശോധിച്ചാൽ അത് 2ാം സ്ഥാനത്താണ് ഇന്ത്യ. മാത്രമല്ല 57 എന്നുള്ളതാണ് ഒരു എതിരാളി ഇന്ത്യക്കെതിരെ നേടുന്ന ഏറ്റവും കുറഞ്ഞ ടോട്ടൽ. അതും ഇന്നലെ ഉണ്ടായി ദുബായിലെ സ്റ്റേഡിയത്തിൽ. UAE സംബന്ധിച്ച് UAEയുടെ ഏറ്റവും കുറഞ്ഞ ടോട്ടൽ എന്നുള്ളതും ഈ ദിവസത്തിൽ കുറിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ഈ മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുൽദീപ് യാദവിൻ്റെ ബോളിംഗ് പ്രകടനമായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. അത് 7 റൺസ് മാത്രം വിട്ടു നൽകി കുൽദീപ് യാദവ് UAEയുടെ 4 ബാറ്റർമാരെയാണ് പുറത്താക്കിയത്. അപ്പോൾ അങ്ങനെ കുൽദീപ് യാദവിൻ്റെ 4 വിക്കറ്റ് പ്രകടനം, ഒപ്പം ശിവൻ ദുബെയുടെ 3 വിക്കറ്റ് പ്രകടനവും ചേർത്ത് UAE 57 റൺസിന് ഓൾ ഔട്ട് ആവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് കേവലം 13.1 ഓവറിൽ UAE ഓൾ ഔട്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ആവട്ടെ 4.3 ഓവറിൽ ആ വിജയലക്ഷ്യം മറികടന്നു. അത്രമാത്രം അനായാസമായി ഒരു കുഞ്ഞൻ സംഘത്തെ എങ്ങനെ മറികടക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായ ബോധ്യത്തിൽ തന്നെ ഇന്ത്യ ബാറ്റ് ചെയ്തു. അഭിഷേക് ശർമ്മയുടെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 16 പന്തിൽ 30 റൺസ് എടുത്താണ് അഭിഷേക് ശർമ്മ പുറത്തായത്. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമുണ്ടായി ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിൽ എന്നുള്ളതാണ്. അതായത് സഞ്ജു സാംസണിനെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ്, പ്രത്യേകിച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കൈവിടുന്നില്ല എന്ന് സൂചന നൽകുന്നുണ്ട്. ഈ ടീമിൽ സഞ്ജു സാംസണിന് ഒരു സ്ഥാനമുണ്ട് എന്ന് ഉറപ്പാക്കുന്ന ഒരു ടീം പ്രഖ്യാപനമാണ്, ടീം ലൈനപ്പാണ് ഇന്നലെ ടോസിന് പിന്നാലെ വന്നത്. അതായത് ഇന്നലത്തെ ബാറ്റിംഗ് ഓർഡർ പരിശോധിച്ചാൽ ഒരു അടിപൊളി മാറ്റം ടീം ഓർഡറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇന്ത്യ. സാധാരണഗതിയിൽ സഞ്ജു സാംസൺ ഓപ്പണറായി എത്തും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം. പക്ഷേ ശുഭ്മാൻ ഗില്ലിന്റെ മടങ്ങിവരവോടുകൂടി സഞ്ജുവിന് അവസരം ലഭിക്കില്ല എന്ന് കരുതിയ ഘട്ടത്തിലാണ് സഞ്ജു സാംസണിനെ വിക്കറ്റ് കീപ്പറായി ടീമിൽ ഉൾപ്പെടുത്തിയത്. ജിതേഷ് ശർമ്മ എന്ന യുവതാരത്തെ ഒഴിവാക്കി അല്ലെങ്കിൽ പരിഗണിക്കാതെ പകരം സഞ്ജുവിനെ ഉൾപ്പെടുത്തുക വഴി ടീം മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് കൃത്യമാണ്. അതായത് അടുത്ത വർഷമാണ് 2020 ലോകകപ്പിലേക്ക് ഈ ടീമിനെ സ്ഥിരമായി നിലനിർത്തുമ്പോൾ അതിൽ ഒരു സെറ്റ് ടീം വേണം. ആ സെറ്റ് ടീമിൽ സഞ്ജു സാംസൺ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് തോന്നുന്നു. ആദ്യ മത്സരത്തിലെ ബാറ്റിംഗ് ഓർഡർ നോക്കുമ്പോൾ നമുക്കറിയാം, സാധാരണഗതിയിൽ ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിൽ ഇപ്പോൾ സഞ്ജുവിന് പകരം ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഓപ്പണറായി എത്തിയെന്ന് കരുതുക. അവിടെ മൂന്നാമതായി ഇറങ്ങേണ്ടത് അവിടെ തിലക് വർമ്മയാണ്. പക്ഷേ തിലക് വർമ്മയെ 4ാമതും സൂര്യകുമാർ യാദവ് 3ാമതും സഞ്ജുവിന് 5ാമത്തെ പൊസിഷനുമാണ് നൽകിയത്. അതായത് സഞ്ജു ബാറ്റിംഗ് ഓർഡറിൽ സഞ്ജുവിന്റെ പൊസിഷൻ മിഡിൽ ഓർഡറിലേക്ക് കൊണ്ടുവന്നുള്ളൊരു മാറ്റത്തിനാണ് ഇന്ത്യൻ ടീം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഒരുപാട് ചർച്ചകൾ, ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങൾ ഉയർന്നിരുന്നു ഈ ടീം സെലക്ഷൻ സംബന്ധിച്ച്. ടീം പ്രഖ്യാപന സമയത്ത് ചീഫ് സെലക്ടർ പ്രഖ്യാപിക്കുമ്പോൾ പോലും ജിതേഷ് ശർമ്മയാണ് പ്രധാന വിക്കറ്റ് കീപ്പർ എന്നുള്ള സൂചനയാണ് മുഴുവൻ ക്രിക്കറ്റ് നിരീക്ഷകരും വായിച്ചെടുത്തത്. പക്ഷേ അതങ്ങനെയല്ല. ടീം മാനേജ്മെന്റിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഗൗതം ഗംഭീറിനും സൂര്യകുമാർ യാദവിനും മറ്റൊരു അഭിപ്രായമുണ്ട്. ഈ ടീമിൽ സഞ്ജു സാംസൺ വേണം എന്നുള്ളൊരു നിലപാട് അവർക്കുണ്ട് എന്ന് തോന്നുന്നു. ആദ്യ മത്സരത്തിൽ UAEക്കെതിരായിട്ടുള്ള ഫോം കാണുമ്പോൾ, ടീമിന്റെ ലൈനപ്പ് കാണുമ്പോൾ. കാരണം സഞ്ജു സാംസൺ മാത്രം മികവ് തെളിയിക്കാത്ത ഒരു പൊസിഷനാണ് 5ാമത്തേത്. പക്ഷേ സഞ്ജു സാംസൺ ടീമിന്റെ ഭാഗമാകണമെന്നുള്ള നിശ്ചയം ആ ടീം അംഗങ്ങൾക്ക്, ടീം ക്യാപ്റ്റനും കോച്ചിനും ഉണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് ആദ്യ മത്സരത്തിലെ പ്രഖ്യാപനം. അത് ഒരുപാട് പ്രതീക്ഷ നൽകുന്നു ക്രിക്കറ്റ് ആരാധകർക്ക്, പ്രത്യേകിച്ചും സഞ്ജു സാംസണിന്റെ മലയാളികളായിട്ടുള്ള ക്രിക്കറ്റ് ആരാധകർക്ക്. കാരണം സഞ്ജുവിന് അവസരം ലഭിക്കുമോ എന്നുള്ളത് അതൊരു നൂൽപാലത്തിലൂടെ പോയ ചിന്തയായിരുന്നു. സഞ്ജുവിനേക്കാൾ കൂടുതൽ സാധ്യത പൂർണ്ണമായും കൽപ്പിച്ചിരുന്നത് അത് ജിതേഷ് ശർമ്മയ്ക്കുമായിരുന്നു വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയിൽ. മാത്രമല്ല ഓപ്പണർ സ്ഥാനത്തേക്ക് സഞ്ജു സാംസണിനെ കൊണ്ടുവന്ന് ശുഭ്മാൻ ഗില്ലിനെ 3ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പലതോതിൽ പല കോണിൽ നിന്നും ഉയർന്നുവെങ്കിൽ പോലും അതൊന്നും സാധ്യതയില്ല, തുലോതുച്ഛമാണ് എന്നുള്ള മട്ടിലാണ് പൂർണ്ണമായും നിലനിന്നിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ടീം പ്രഖ്യാപനം വന്നപ്പോൾ ആശ്വാസകരമാണ്, സന്തോഷകരമാണ്. സഞ്ജു സാംസണിന് ഈ ടീമിൽ സ്ഥാനമുണ്ട്. നിലവിൽ മധ്യനിരയിലേക്കാണ് സഞ്ജു എത്തുന്നത്. മിഡിൽ ഓർഡർ ബാറ്ററായി സഞ്ജുവിന് ഇനി എത്രമാത്രം പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നമുക്കറിയാവുന്ന പോലെ ഏറ്റവും ഒടുവിൽ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെതിരെ സഞ്ജു മിഡിൽ ഓർഡറിലേക്ക് ഒരു പരീക്ഷണം നടത്തി. പക്ഷേ 13 റൺസ് മാത്രമാണ് സ്കോർ ചെയ്യാൻ സാധിച്ചത്. സഞ്ജുവിൻ്റെ ഏറ്റവും മികച്ച ഫോം
എപ്പോഴും പ്രകടമാക്കുന്നത് അത് ഓപ്പണറായിട്ടോ അല്ലെങ്കിൽ 3ാം നമ്പറോ ആയിട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് സഞ്ജുവിൻ്റെ ഈ 5ാം നമ്പർ പൊസിഷൻ എന്നുള്ളത് എത്രത്തോളം വർക്കൗട്ട് ആകുമെന്നുള്ളതാണ് കാത്തിരുന്നറിയേണ്ടത്. പക്ഷേ ഇത് സഞ്ജു വി സാംസന് സുവർണ്ണ അവസരമാണ്. ഇനിയും ഒരു അവസരം ഇതുപോലെ ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവും ചേർന്ന് ഒരുക്കി നൽകുമെന്ന് കരുതുക പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ഏഷ്യ കപ്പിലെ അവസരം പരമാവധി മുതൽക്കൂട്ടാക്കാൻ സഞ്ജുവിന് സാധിച്ചാൽ ലോകകപ്പ് സംഘത്തിലും സഞ്ജു ഉണ്ടാകും. അത് പൊസിഷൻ ഏതാണെങ്കിലും മധ്യനിരയിലാണെങ്കിലും ടോപ്പ് ഓർഡറിലാണെങ്കിലും സഞ്ജു ഈ ടീമിന്റെ ഭാഗമാണ് എന്നുള്ള സൂചന, ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് ടീം മാനേജ്മെന്റ്. ആര്യ, തീർച്ചയായും എൽദോ, ഒരു കാര്യം കൂടി, ഇനി എല്ലാവരും ആകാംക്ഷയോടെ ചർച്ച ചെയ്യുന്നതും കാത്തിരിക്കുന്നതും ഒക്കെ ഇന്ത്യ പാക് മത്സരത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ചർച്ചകളൊക്കെ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് സൈബർ ഇടത്തിലടക്കം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് എപ്പോഴൊക്കെ സംഭവിച്ചു അതിന് അത്രോളം ലഭിക്കുന്ന ഒരു ആവേശവും ഹൈപ്പും ഒന്നും ഒരിക്കലും ഒരു മത്സരത്തിനും ലഭിക്കാറില്ല. അത് ഏത് കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം എത്തുമ്പോൾ അതൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വൈരത്തിനപ്പുറം ക്രിക്കറ്റ് ലോകത്തെ വലിയൊരു പോരാട്ട വേദിയെ എപ്പോഴും മാറ്റാറുണ്ട്. ഏഷ്യ കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി, ലോകകപ്പ്, ഇത്തരം ബൈലാറ്ററൽ ടൂർണമെന്റുകളിലാണ് സാധാരണയായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുക. അതുകൊണ്ട് തന്നെ ഏഷ്യ കപ്പിൽ ഇത്തവണ ഇന്ത്യ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരമുണ്ട്. ഇതിനിടയിൽ ഒരു സംഭവവികാസമുണ്ട്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ഒരു ഹർജി പോയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ അന്ന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം, ഇതിലൊക്കെ ജീവൻ നഷ്ടമായവരെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അത് നടന്നാൽ. അതുകൊണ്ട് ആ മത്സരം നടത്തരുതെന്ന് ആവശ്യപ്പെട്ട് ഒരു ഹർജി നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ഔദ്യോഗികമായിട്ട് അനുമതി കേന്ദ്ര സർക്കാർ നൽകിയതാണ് BCCIക്ക്. അതേ തുടർന്നാണ് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞതും. അതുകൊണ്ട് തന്നെ അതിലൊരു തടസ്സമുണ്ടാകുമെന്ന് കരുതുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഏറ്റവും ആവേശകരമായി തന്നെ നടക്കും. അത് ഞായറാഴ്ചയാണ്, 14-ാം തീയതിയാണ്. ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ ഉറപ്പായിട്ടും ക്രിക്കറ്റ് ലോകം ദുബായിലെ ആ സ്റ്റേഡിയത്തിലേക്ക് ചുരുങ്ങും. നമ്മൾ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്ന പോലെ ഇന്ത്യയുടെ ജയം അത് ആഗ്രഹിക്കാം. പക്ഷേ പാകിസ്ഥാനും 2020 മികച്ച ടീമാണ് പാകിസ്ഥാൻ്റേത്. നല്ലൊരു സംഘമാണ് ഇന്ത്യക്ക് നേരിടേണ്ടത്. ഇന്ത്യ ലോക ചാമ്പ്യന്മാരാണ്, ലോക ചാമ്പ്യന്മാർ, ഏഷ്യൻ ചാമ്പ്യന്മാർ. അപ്പോൾ ഇന്ത്യക്ക് ആ ഏഷ്യൻ കിരീടം അത് നേടണം. ആ ഒരു സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ജയം പ്രതീക്ഷിക്കുന്നുണ്ട് ആര്യ, നമ്മൾ ഓരോരുത്തരും. തീർച്ചയായും. എൽദോ പോൾ പുതുശ്ശേരിയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.